ഏതൊരു നടനായാലും ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കാറില്ല. ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് സംവിധായകരുടെ കാര്യവും. ചെയ്യുന്ന എല്ലാ ചിത്രങ്ങളും വിജയിക്കാറില്ല. കുറെയെല്ലാം വിജയിക്കും, കുറെ എണ്ണം പരാജയപ്പെടാറുമുണ്ട്. എന്നാൽ ചില സംവിധായകർ സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ ചിത്രങ്ങളും വിജയിച്ചതായി നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത്തരത്തിൽ മലയാള സിനിമയിൽ വിജയ സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള 10 സംവിധായകരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വിജയിച്ച സിനിമകൾ എന്നതുകൊണ്ട് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക വിജയമല്ല, ജനപ്രീതിയുള്ള സിനിമകൾ എന്നാണ്. ഇവർ ചെയ്തിട്ടുള്ള സിനിമകളെല്ലാം തന്നെ പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല 3 അതിൽ കൂടുതലോ സിനിമകൾ ചെയ്ത സംവിധായകരുടെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തേത് ഖാലിദ് റഹ്മാൻ. ന്യൂജൻ സംവിധായകരിൽ വിശ്വസിച്ച് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ ചെയ്ത സംവിധായകനാണ് ഇദ്ദേഹം. 2016 അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ഫാമിലി റൊമാൻറ്റിക് സിനിമയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത്. അതിനുശേഷം 2019 ഉണ്ട എന്ന മമ്മൂട്ടി ചിത്രവും പിന്നീട് 2020 രജിഷ വിജയനും ഷൈൻ ടോം ചാക്കോയുമെല്ലാം പ്രധാന കഥാപാത്രങ്ങളായി വന്ന മിസ്റ്ററി ത്രില്ലർ സൈക്കോളജിക്കൽ മൂവിയായ ലവ്, ഏറ്റവും അവസാനം 2022 ടൊവിനോ തോമസ്, ലുക്മാൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളായ ആക്ഷൻ ചിത്രവുമായ തല്ലുമാല. ഇത്രയും വെറൈറ്റികളായിട്ടുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ളത്. അതിൽ തല്ലുമാല വമ്പൻ ഹിറ്റാവുകയും ചെയ്തു. രണ്ടാമതായി പറയാൻ പോകുന്നത് ദിലീഷ് പോത്തൻ എന്ന സംവിധായകനെ കുറിച്ചാണ്. ഡയറക്ടർ ബ്രില്യൻസ് എന്ന സംഭവം മലയാള സിനിമയിൽ കൊണ്ടുവന്നത് തന്നെ ഇദ്ദേഹമാണെന്ന് പറയേണ്ടി വരും. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. പിന്നീട് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ജോജി എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു. ഈ 3 ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങളായിരുന്നു. 3 ചിത്രങ്ങളിലും ഫഹദ് ഫാസിൽ തന്നെയാണ് നായകനും. മൂന്നാമതായി പറയാൻ പോകുന്നത് മാർട്ടിൻ പ്രക്കാട്ട് എന്ന സംവിധായകനെ കുറിച്ചാണ്. 4 ചിത്രങ്ങളാണ് അദ്ദേഹം ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളത്. മമ്മൂട്ടി നായകനായിട്ടുള്ള ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയാണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫാമിലി കോമഡി ചിത്രമായിരുന്നു. പിന്നീട് ദുൽഖർ നായകനായിട്ടുള്ള ABCD, വീണ്ടും ദുൽഖറിന്റെ തന്നെ ചാർലി, അവസാനം ജോജു ജോർജും കുഞ്ചാക്കോ ബോബനും നിമിഷ സജയനും ഒന്നിച്ച നായാട്ട്. ഇതിൽ ബെസ്റ്റ് ആക്ടറും ABCDയും കോമഡിക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഒരുക്കിയത്. എന്നാൽ ചാർലി ഒരുക്കിയത് പ്രണയത്തിനും സെന്റിമെന്റ്സിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 4ാമത്തെ ചിത്രമായ നായാട്ടാകട്ടെ ഇപ്പോഴുള്ള രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ്. രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് നിരപരാധികളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്നത് എന്നെല്ലാമാണ് ഷാഹിദ് കബീറിന്റെ തിരക്കഥയിൽ ഒരുക്കിയ ചിത്രത്തിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത്. 4 ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകനെ കുറിച്ചാണ്. സ്ത്രീ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ നർമ്മത്തിന്റെ അകമ്പടിയോടെ അവതരിപ്പിക്കുക എന്നതാണ് ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത. ഓം ശാന്തി ഓശാന ഇദ്ദേഹത്തിന്റെ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം. നസ്രിയയും നിവിൻ പോളിയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത്. ഒരു പെൺകുട്ടിയുടെ ആംഗിളിൽ അവളുടെ പ്രണയകഥ പറയുന്നതാണ് ചിത്രത്തിലുള്ളത്. പിന്നീട് പ്രായമായ സ്ത്രീകളുടെ വികാരങ്ങളെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും എല്ലാം പറയുന്ന ഒരു മുത്തശ്ശിക്കഥ. അതിനുശേഷം പ്രസവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സാറ എന്നീ ചിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെതായി വന്ന ആദ്യ 3 ചിത്രങ്ങൾ. എന്നാൽ അതിനുശേഷം 2018 എന്ന വളരെ വ്യത്യസ്തമായ ചിത്രവുമായാണ് അദ്ദേഹം വന്നത്. 2018 കേരള ജനത നേരിട്ട് കണ്ട് അനുഭവിച്ച കഥയായിരുന്നു ഇത്. ഈ ചിത്രം മലയാളത്തിലെ റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു. ബോളിവുഡിന്റെ ബോക്സ് ഓഫീസിനെയും ഞെട്ടിച്ച ചിത്രമായിരുന്നു 2018. ഇന്ത്യയിൽ നിന്നും ഇപ്രാവശ്യത്തെ ഓസ്കർ നോമിനേഷൻ ലിസ്റ്റിൽപ്പെട്ട ചിത്രമാണ് 2018. അഞ്ചാമതായി മഹേഷ് നാരായണൻ എന്ന സംവിധായകനെ കുറിച്ചാണ്. എഡിറ്റർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലയിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് മഹേഷ് നാരായണൻ. 2017 ടേക്ക് ഓഫ് എന്ന ചിത്രമാണ് ഇദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തിട്ടുള്ളത്. പിന്നീട് 2020 സീ യു സൂൺ, 2021 മാലിക്, 2022 അറിയിപ്പ് എന്നീ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തു. റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശത്ത് നഴ്സുമാർ കുടുങ്ങിപ്പോകുന്നതും പിന്നീട് അവർ അതിജീവിച്ച് നാട്ടിൽ തിരിച്ചെത്തുന്നതും, ഭീമാ പള്ളിയിൽ നടന്നിട്ടുള്ള വെടിവെപ്പ്, ഇങ്ങനെ റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സിനിമകളാക്കിയത്. ആറാമതായി അൻവർ റഷീദ് എന്ന സംവിധായകനെ കുറിച്ചാണ് പറയുന്നത്. മമ്മൂട്ടി നായകനായി വന്ന രാജമാണിക്യ എന്ന ചിത്രമാണ് അൻവർ റഷീദ് ആദ്യമായി സംവിധാനം ചെയ്തത്. ഈ ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു. അതിനുശേഷം മോഹൻലാലിനെ നായകനാക്കി ചോട്ടാ മുംബൈ, പിന്നീട് വീണ്ടും മമ്മൂട്ടിയെ നായകനാക്കി അണ്ണൻ തമ്പി. ഈ സിനിമയിൽ മമ്മൂട്ടി ഡബിൾ റോളാണ് ചെയ്തത്. അതിനുശേഷം ദുൽഖറിനെ നായകനാക്കി ഉസ്താദ് ഹോട്ടൽ, ഫഹദിനെ നായകനാക്കി ട്രാൻസ്,
എന്നീ ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. ഇതുകൂടാതെ കേരള കഫേ, 5 സുന്ദരികൾ എന്നീ ചിത്രങ്ങളുടെ ചെറിയ ഭാഗങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. സംവിധാനത്തിന് പുറമെ ബാംഗ്ലൂർ ഡേയ്സ്, പ്രേമം, ഭൂതകാലം തുടങ്ങി ഒരുപാട് നല്ല ചിത്രങ്ങൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ട്രാൻസ് എന്ന ചിത്രത്തിന് മാത്രമേ കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും നെഗറ്റീവ് അഭിപ്രായം പറയാനുണ്ടാവൂ. 7 വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകനെ കുറിച്ചാണ് പറയുന്നത്. നടൻ, ഗായകൻ, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, പ്രൊഡ്യൂസർ, സംവിധായകൻ എന്നിങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഗായകൻ എന്ന നിലയിലാണ് അദ്ദേഹം സിനിമയിൽ എത്തുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി വന്ന കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലാണ് വിനീത് ശ്രീനിവാസൻ ആദ്യമായി പാട്ടുപാടിയത്. പിന്നീട് 2008 സൈക്കിൾ എന്ന സിനിമയിലൂടെ നായകനായി വന്നു. അതിനുശേഷം 2010 മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രം സംവിധാനം ചെയ്ത് വിനീത് ശ്രീനിവാസൻ സംവിധാന രംഗത്തിലേക്കും ചുവടുവെച്ചു. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് നടൻ ദിലീപാണ്. പുതുമുഖങ്ങളെ വെച്ചായിരുന്നു ഈ സിനിമ ഒരുക്കിയത്. ഈ സിനിമയിലൂടെയാണ് നിവിൻ പോളി, അജു വർഗീസ്, ഭഗത് മാനുവൽ എന്നിവർ മലയാള സിനിമയിൽ എത്തിയത്. അതിനുശേഷം തട്ടത്തിൻ മറയത്ത്, ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം എന്നീ ചിത്രങ്ങളും സംവിധാനം ചെയ്തു. അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം തന്നെ വേറിട്ടതോ പുതുമയുള്ളതോ ആയ പ്രമേയങ്ങൾ അല്ലെങ്കിലും തന്റേതായ ശൈലിയിലൂടെയും പാട്ടിന്റെ അകമ്പടിയോടെയും അവതരിപ്പിക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും ബോറടിക്കാതെ എൻജോയ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നു. 8ാമതായി പറയാൻ പോകുന്നത് ബ്ലെസ്സി എന്ന സംവിധായകനെ കുറിച്ചാണ്. കാഴ്ച, തന്മാത്ര എന്നീ സിനിമകൾ മാത്രം മതി ഇദ്ദേഹത്തിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ. കാഴ്ചയും തന്മാത്രയും കൂടാതെ ഭ്രമരം, പളുങ്ക്, കളിമണ്ണ്, കൽക്കട്ട ന്യൂസ്, പ്രണയം തുടങ്ങിയ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നീറ്റലായി അതിന്റെ കഥാപാത്രങ്ങളും ക്ലൈമാക്സും അവശേഷിക്കാറുണ്ട്. അത്തരത്തിൽ മനോഹരങ്ങളായ കഥകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്തതിൽ കളിമണ്ണും, കൽക്കട്ട ന്യൂസും എന്നീ സിനിമകളോടാണ് കുറച്ച് പ്രേക്ഷകർക്കെങ്കിലും നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിട്ടുള്ളൂ. കൂടാതെ പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതം എന്ന ചിത്രം പ്രേക്ഷകർ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിന്റെ പ്രധാന കാരണം തന്നെ അതൊരു ബ്ലെസ്സി ചിത്രം ആയതുകൊണ്ട് തന്നെയാണ്. 9ാമതായി പറയാൻ പോകുന്നത് ബേസിൽ ജോസഫ് എന്ന സംവിധായകനെ കുറിച്ചാണ്. കുഞ്ഞിരാമായണം എന്ന ചിത്രമാണ് ബേസിൽ ജോസഫ് ആദ്യമായി സംവിധാനം ചെയ്തത്. പിന്നീട് ഗോദ, മിന്നൽ മുരളി എന്നീ സിനിമകളും സംവിധാനം ചെയ്തു. അവസാനം ഇറങ്ങിയ മിന്നൽ മുരളി മലയാളികളുടെ പ്രിയപ്പെട്ട സൂപ്പർ ഹീറോ ചിത്രമായി മാറിയതാണ്. കോവിഡ് കാലത്ത് റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ മിന്നൽ മുരളി OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്യാൻ സാധിച്ചത്. മിന്നൽ മുരളി തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ റെക്കോർഡ് കളക്ഷൻ ആയിരുന്നേനെ എന്നാണ് പൊതുവിലെ അഭിപ്രായം. സംവിധായകൻ വിനീത് ശ്രീനിവാസന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ബേസിൽ ജോസഫ്. 10ാമതായി പറയാൻ പോകുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായകനെ കുറിച്ചാണ്. വ്യത്യസ്തമായ അവതരണം കൊണ്ട് ഇന്ന് ഏറ്റവും ലീഡ് ചെയ്യുന്ന സംവിധായകരിൽ ഒരാൾ തന്നെയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി. 2010 ഇന്ദ്രജിത്ത് നായകനായി വന്ന നായകൻ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സംവിധായക രംഗത്തേക്ക് കടന്നുവരുന്നത്. പിന്നീട് 2011 പൃഥ്വിരാജിനെ നായകനാക്കി സിറ്റി ഓഫ് ഗോഡ്, 2013 ഫഹദ് ഫാസിലിനെ നായകനാക്കി ആമേൻ, 2015 ഡബിൾ ബാരൽ, 2016 അങ്കമാലി ഡയറീസ്, 2018 ഈമയു, 2019 ജല്ലിക്കെട്ട്, 2021 ചുരുളി, 2022 നൻപകൽ നേരത്ത് മഴക്കം. ഇത്രയും ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത്. എല്ലാ ചിത്രങ്ങളും വ്യത്യസ്തത പുലർത്തിയ ചിത്രങ്ങളായിരുന്നു. ഇതിൽ ഡബിൾ ബാരൽ എന്ന ചിത്രത്തിന് മാത്രമേ നെഗറ്റീവ് അഭിപ്രായം കുറച്ചു പേർക്കെങ്കിലും പറയാനുള്ളൂ. കൂടാതെ തുടർ പരാജയങ്ങളിലൂടെ പോകുന്ന മോഹൻലാലിന്റെ വമ്പൻ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് മലയങ്കോട്ട വാലിബൻ. ഇത് ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന ചിത്രമാണ് മലയങ്കോട്ട വാലിബൻ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.